Hi friends, Pinnacle Academy Day, Evarkum Sagadam. We discuss mechanical properties of fluid in the chapter. That is the request of the chapter. We have post it. Comment mechanical properties of fluid upload. If you have comment, you can videos upload. Comment ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികളോട് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലിലെ മറ്റുള്ള കുട്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 10ഓളം ഡെറിവേഷൻസ് ഉള്ള ഒരു വലിയ ചാപ്റ്റർ. ഇതിൽ ഏതെങ്കിലും 2 ഡെറിവേഷൻ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും ഇവിടെ നിന്ന് കുറഞ്ഞത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കാനും, അതുപോലെ ഓർ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ഡെപ്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, കൺസെപ്റ്റിലൂടെ എന്ത് ചെയ്യുക, ചാപ്റ്ററിലൂടെ കിടക്കുക. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതെങ്കിലും സാധനത്തിന് ഒഴുകാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. പല ആൾക്കാരും കരുതിയിരിക്കുന്നത് ലിക്വിഡ് മാത്രമാണ് ഫ്ലൂയിഡ് എന്നാണ്. അത് തെറ്റാണ്. ലിക്വിഡും ഗ്യാസും എന്താണ്, ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ ഫ്ലൂയിഡിൻ്റെ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിനെ കുറിച്ചാണ്. ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ വരാൻ നേരത്ത് നമ്മൾ പഠിക്കുന്നത് ഡൈനാമിക് ഫ്ലൂയിഡിനെ കുറിച്ചും അതിനുശേഷം നമ്മൾ വിസ്കോസിറ്റിനെ കുറിച്ചും പിന്നെ സർഫസ് ടെൻഷൻ, ഏറ്റവും അവസാനം നമ്മൾ കാപ്പിലറി റേസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും കാപ്പിലറി റേസ് നമ്മൾ പഠിച്ചിട്ട് ഈ ചാപ്റ്റർ എന്തെങ്കിലും ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സംഗതി. ഇതിൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫ്ലൂയിഡിൻ്റെ ആദ്യം വരുന്നതാണ് പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് പ്രഷർ എന്ന് പറയുന്നത്. എന്താണെന്നറിയോ പ്രഷർ എന്ന് പറയുന്നത്? ഒരു സർഫസ് എടുത്തു. ഈ സർഫസിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, കുറേ ഫോഴ്സ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ, ശ്രദ്ധിക്കുക, നമ്മളെടുക്കുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പം എന്താ പ്രഷർ എന്ന് പറയുന്നത്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രഷറിൻ്റെ ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ഏരിയ ആയിരിക്കും പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു എന്താണ്, F/A ആണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിന് നമ്മൾ SI ആയിട്ട് മറ്റൊരു യൂണിറ്റ് കൂടി വിളിക്കാറുണ്ട്, പാസ്കൽ. പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥമാണ് പാസ്കൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ എന്തിനു വിളിക്കാറുണ്ട്, പ്രഷറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എവിടെ ഫോഴ്സ് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ പ്രഷറിന്റെ ടൈമിലാണ് അതിനെ പറയുന്നത്. ഫോഴ്സിനെ നമ്മൾ പ്രഷറിന്റെ ടൈമിൽ എങ്ങനെ പറയുന്നത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഞാൻ പറഞ്ഞ ഇവിടെ കുറേ ഡെറിവേഷൻസ് ഉണ്ട്. ഈ ഡെറിവേഷൻസിനകത്തെല്ലാം നമ്മൾ എവിടെ ഫോഴ്സ് വരുന്നു ആ ഫോഴ്സിനെ നമ്മൾ എന്തിൻ്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യും, പ്രഷറിൻ്റെ ടൈമിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. സിമ്പിൾ ഇക്വേഷൻ, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. പ്രഷറിൻ്റെ ഡയമെൻഷൻ പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ M/L(T)⁻². എന്താണ് ഏരിയ ഡയമെൻഷൻ? L². അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? M/L(1) T⁻². ഇതാണ് പ്രഷറിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ ഡയമെൻഷൻ തന്നെയാണ് സ്ട്രെസ്സിൻ്റെയും ഡയമെൻഷൻ. അത് ചിലപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത്, മെയിനായിട്ട് പഠിക്കുന്നത്, കാരണം നമ്മൾ പ്രഷറൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, അതായത്
ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന സാധനമാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതിയല്ല. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന പാസ്കൽസ് ലോയും പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റും ഉണ്ട്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മിക്ക എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണെന്നും അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും അതിൻ്റെ പ്രോബ്ലംസും മിക്ക എക്സാമിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പാസ്കൽസ് ലോ എന്നും ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ? പാസ്കൽസ് ലോ പറയുന്നത്, ഇപ്പോൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അത് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ അനങ്ങാൻ നിൽക്കുന്നു. ഈ ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു പ്രഷർ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന പ്രഷർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു കുളത്തിൽ ഒരു കല്ലിട്ടു, അപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. ഈ പ്രഷർ ആ ഫ്ലൂയിഡിൽ മുഴുവനും ഈക്വലായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. എല്ലാ പൊസിഷനിലോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും ആ പ്രഷർ എന്ത് ചെയ്യും? ഈക്വലായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്നത്. എന്താ കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ വേണ്ട ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു. ഈ ബീക്കറിൽ വേണ്ട ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ ബീക്കറിനെ ഇങ്ങോട്ടേക്ക് ഒരു എന്തോ ഒരു സാധനം വെച്ച് ഇങ്ങനെ മറച്ചു വെച്ചു, 2 ചേമ്പറാക്കി. ഇവിടെ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രഷർ എവിടെ വരത്തില്ല? ഈ പോയിന്റ് കിട്ടില്ല. ഇനി ഇവിടെ ഒന്നുമില്ല, കണ്ടോ? ഇങ്ങനെയാണെങ്കിലോ ഈ വെള്ളം ഇപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ എവിടെ കിട്ടും? ഈ ഫ്ലൂയിഡിന്റെ എല്ലാ പൊസിഷനിലും എന്ത് ചെയ്യും? കിട്ടും. അതാണ് കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്കൽസ് ലോ പറയുന്നത്, ഒരു കണ്ടിന്യൂസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ ഈക്വലായിട്ട് ആ ഫ്ലൂയിഡിൽ മുഴുവനും എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുമെന്നാണ് ഏത് ലോ പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിക്കുക. പാസ്കൽസ് ലോ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന കണ്ടിന്യൂസ് ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു പ്രഷർ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ഒരു പ്രഷർ എങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന കണ്ടിന്യൂസ് ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്രഷർ എന്ത് ചെയ്യും? ഈക്വലി ട്രാൻസ്മിറ്റഡ്. ഈക്വലായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങോട്ടേക്കാണ്? ആൾ അതർ പോയിന്റ്സ്, എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വലായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ പാസ്കൽസ് ലോ പറയുന്നത്. ഇനി ഈ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന കുറച്ച് ഡിവൈസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡിവൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. രണ്ടാമത്തെയാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. മൂന്നാമത്തെയാണ് ഹൈഡ്രോളിക് ജാക്ക്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സർവീസ് സ്റ്റേഷൻ, വണ്ടി സർവീസ് ചെയ്യുന്ന സർവീസ് സ്റ്റേഷനിൽ കാണുന്ന സാധനമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ടിപ്പർ കണ്ടിട്ടുണ്ടോ? ടിപ്പറിന്റെ ആ പുറയിലത്തെ സാധനം ഇങ്ങനെ പൊങ്ങത്തില്ലേ മുകളിലോട്ട്? ഇങ്ങനെ അതിനകത്തുനിന്ന് ലോഡ് താഴോട്ട് പോകത്തില്ലേ? അവിടെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഈ സാധനത്തിന് പൊക്കത്തില്ലേ? അതും എന്തിന് എക്സാമ്പിളാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിന് എക്സാമ്പിളാണ്. നിങ്ങൾ JCBയുടെ കൈ കണ്ടിട്ടില്ലേ? ആ JCBയുടെ കയ്യിൽ ഒരു പിസ്റ്റൺ പോയിട്ട് സാധനം ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ പിസ്റ്റൺ ഉപയോഗിച്ചല്ലേ ഈ JCBയുടെ കൈ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതും എന്തിന് എക്സാമ്പിളാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിന് എക്സാമ്പിളാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഇല്ലേ? ബൈക്കിൻ്റെയൊക്കെ ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ ഡിസ്ക് ബ്രേക്ക്. ആ ഡിസ്ക് ബ്രേക്കാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. ഇനി ഹൈഡ്രോളിക് ജാക്ക്, നമ്മൾ വണ്ടി പഞ്ചറൊക്കെ ആകുന്ന നേരത്ത് വണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധനം ഉപയോഗിച്ച്, ഒരു ജാക്കി ഉപയോഗിച്ച് എന്ത് ചെയ്തില്ലേ? പൊക്കത്തില്ലേ? അതാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ജാക്കും എന്തല്ല? ഹൈഡ്രോളിക് ജാക്ക് അല്ല. ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്. ഇതാണ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ചാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രത്യേകത, ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന് 2 സിലിണ്ടർ കാണും. ഒരു സിലിണ്ടർ കുഞ്ഞ് ഏരിയയുള്ള സിലിണ്ടറും ഒരു സിലിണ്ടർ വലിയ ഏരിയയുള്ള സിലിണ്ടർ ആയിരിക്കും. ഈ കുഞ്ഞ് ഏരിയയുള്ള സിലിണ്ടറിൽ നമ്മൾ കുഞ്ഞ് ഫോഴ്സ് കൊടുത്താൽ അത് ഇപ്പുറത്തെ വലിയ സിലിണ്ടറിലോട്ട് വരുമ്പോൾ അത് വലിയൊരു ഫോഴ്സായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഏത് ലോ അനുസരിച്ചാണ്? പാസ്കൽസ് ലോ അനുസരിച്ച്. അതെങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 2 സിലിണ്ടർ ഉണ്ട്. ഒരു സിലിണ്ടറിൻ്റെ ഏരിയ കുഞ്ഞ് ഏരിയയും
ഒരു സിലിണ്ടറിൻ്റെ ഏരിയ ഒരു വലിയ ഏരിയയായി വേണം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്? നമ്മുടെ ഫ്ലൂയിഡ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഫ്ലൂയിഡ് നിറച്ചിങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ ഈ വലിയ പിസ്റ്റനകത്താണ് നമ്മുടെ ഈ കാർ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എന്ത് വരക്കാം? ഒരു കാർ എന്ത് ചെയ്യാം, വരയ്ക്കാം. ഒരു മനോഹരമായ ഒരു കാർ. ഓക്കെ, ഒരു കാറ്, ആ കാറ് പോലൊക്കെ തോന്നിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു കാറ് ഇതുപോലെ വരക്കാം. കാറെന്താ ആകാശത്ത് നിൽക്കുന്ന കാറൊന്നുമല്ല, നമുക്ക് ജീപ്പ് വരക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ജീപ്പ് ആകുമ്പോൾ സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. ജീപ്പ്, ഒരു ജീപ്പ് വരച്ചു. ഈ കാറിന് നമുക്ക് എന്ത് ചെയ്യണം? ലിഫ്റ്റ് ചെയ്യണം. ഞാനിവിടെ കൊടുക്കുന്ന ഫോഴ്സാണ് F1. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കിട്ടുന്ന പ്രഷറാണ് P1. ഈ പിസ്റ്റൻ്റെ ഏരിയ എന്താണ്? A1. ഈ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫോഴ്സ് കിട്ടും. അവിടെ കിട്ടുന്ന ഫോഴ്സാണ് F2. ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രഷറാണെന്ത്? P2. ഇവിടുത്തെ ഏരിയ എന്താണ്? A2. ഇനി ശ്രദ്ധിക്കുക, പാസ്കൽസ് ലോ പറയുന്നത് നമ്മൾ ഏതെങ്കിലും കണ്ടിന്യൂസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, ഇത് കണ്ടിന്യൂസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണല്ലേ, മൊത്തം കണ്ടിന്യൂസ്, ഇവിടെ മുതൽ ഇടം വരെ കണക്ഷൻ ഉണ്ട്, ഇടയ്ക്ക് എന്തില്ല, ഒരു മറയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞു പിസ്റ്റനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് P1. നമ്മൾ കൊടുക്കുന്ന ആ പ്രഷറാണതല്ലേ. ഈ പ്രഷർ ഈ ഫ്ലൂയിഡിനകത്തോട് ഈക്വലായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഈ പ്രഷർ എവിടെ വരും? സെക്കൻഡ് പിസ്റ്റന് വരും. ഓക്കെ, എങ്കിൽ നമുക്ക് പറയാം, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? P1 ഈക്വൽ ടു എന്തായിരിക്കും? P2. എന്താ P1? പ്രഷറിനെ നമുക്ക് എന്തിൻ്റെ ടൈമിലോട്ട് മാറ്റാം? ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഏരിയ. അപ്പോൾ എന്തായിരിക്കും P1 എന്ന് പറയുന്നത്? F1 ബൈ A1. എന്താണ് P2 എന്ന് പറയുന്നത്? F2 ബൈ എന്താണ്? A2. ഇനി ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? F2നെ, സെക്കൻഡ് പിസ്റ്റന് കിട്ടുന്ന ഫോഴ്സിനെ കണ്ടുപിടിക്കാം. എന്തായിരിക്കും? F2 is equal to F2നെ ഇവിടെ നിർത്തി A2നെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? A2 ബൈ A1 ഇൻറ്റു F1 എന്ന് കിട്ടും. ഇങ്ങനെ ഇക്വേഷനെ കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെ അവിടുത്തെ ഫോഴ്സ് എങ്ങനെ വലുതായി നമുക്കൊന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് ഫസ്റ്റ് പിസ്റ്റന് കൊടുക്കുന്ന ഫോഴ്സിനെ 1 ന്യൂട്ടൺ എന്നും അവിടുത്തെ ഏരിയനെ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വിളിക്കുക. സെക്കൻഡ് പിസ്റ്റൻ്റെ ഏരിയ ഫസ്റ്റ് പിസ്റ്റനേക്കാൾ വലുതായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 100ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക, അതിനേക്കാൾ കൂടുതലായിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് പിസ്റ്റന് കിട്ടുന്ന എന്തിനെ കണ്ടുപിടിക്കാം? ഫോഴ്സിനെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ അനുസരിച്ച് F2 ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും A2 ബൈ A1. A2 എത്ര? 100 ഡിവൈഡ് ബൈ A1 1 ഇൻറ്റു F1 എത്ര? 1. എത്ര കിട്ടി നമുക്കിവിടെ? 100 ന്യൂട്ടൺ ഫോഴ്സ്. അതായത് ഈ കുഞ്ഞു പിസ്റ്റണിൽ നിങ്ങൾ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ ഈ വലിയ പിസ്റ്റണിൽ കിട്ടുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും? 100 ന്യൂട്ടൺ ഫോഴ്സ്. 100 ടൈംസ് ആയി. അതായത് ഈ ഇക്വേഷൻ പ്രകാരം A2 ബൈ A1 എന്ന് പറയുന്ന ഫാക്ടറാണ് ഫോഴ്സ് എന്തുമാത്രം വലുതാകണമെന്ന് തീരുമാനിക്കുന്നത്. സപ്പോസ് ഒന്നാമത്തെ പിസ്റ്റൻ രണ്ടാമത്തെ പിസ്റ്റനേക്കാൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ പിസ്റ്റൻ ഒന്നാമത്തെ പിസ്റ്റനേക്കാൾ 2 മടങ്ങ് വലുതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 2 മടങ്ങാവും. 100 മടങ്ങാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 100 മടങ്ങാവും. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു ഫോഴ്സ് കൊടുത്താൽ അതൊരു വലിയ ഫോഴ്സ് ആയിട്ട് എവിടെ കിട്ടും? സെക്കൻഡ് പിസ്റ്റന് കിട്ടും. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സെയിം വർക്കിംഗ് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്. ഹൈഡ്രോളിക് എന്താണ്? ബ്രേക്കിനകത്ത് ഇതേ സെയിം വർക്കിംഗ് തന്നെയാണ്. ഇതെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡിസ്ക് കാണും. ഈ ഡിസ്കിനകത്ത് ഇതുപോലൊരു ഡ്രം ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. ഈ ബ്രേക്ക് പാഡ് ഇവിടെ ഒരു ടാങ്ക് പോലെ സാധനം ഉണ്ട്. ഇതിനകത്ത് ഫ്ലൂയിഡാണ്, നിറച്ച് ഫ്ലൂയിഡാണ്. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കുഴൽ വഴി ഇവിടെ നമ്മുടെ ഫ്ലൂയിഡ് നിറച്ച് വെച്ചിരിക്കുന്ന ടാങ്കാണ്. ഇവിടെ ഒരു പിസ്റ്റൺ കാണും. ഈ പിസ്റ്റൺ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലൂയിഡിനെ എങ്ങോട്ട് പ്രസ് ചെയ്യും? ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? പ്രസ് ചെയ്യാൻ നേരത്ത് ഈ ഫ്ലൂയിഡ് ഇവിടെ വരുന്നിട്ട് ഇതിൻ്റെ ഏരിയ എന്താ? ഇവിടുത്തേക്കാൾ ഏരിയ എന്താണ്? ഇവിടുത്തേക്കാൾ ഏരിയ ഇവിടെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക് ഇരിക്കുന്നത്. നമ്മുടെ ബ്രേക്ക് പാഡിന് എന്ത് കിട്ടും? പ്രഷർ കിട്ടാൻ നേരത്ത് ബ്രേക്ക് പാഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പ്രസ് ആവും. അപ്പോൾ ഈ കുഞ്ഞ് ഏരിയ ആണ്, ബ്രേക്ക് പാഡിന് ഇത്ര ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഏരിയ എന്താവും? വലുതാവും. ഈ റിലേഷൻ വെച്ച് ഇവിടുത്തെ കുഞ്ഞ് പ്രഷർ ഫോഴ്സ് ഇവിടെ എത്തുമ്പോൾ ഒരു വലിയ ഫോഴ്സായിട്ട് മാറുകയും അത് ആ ഡിസ്ക് ബ്രേക്കിനെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രസ് ചെയ്യുകയും വണ്ടി എന്ത് ചെയ്യും? നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 2 കാര്യങ്ങൾ
ഇത് ചോദിക്കത്തില്ല, പക്ഷേ ഹൈഡ്രോളിക് ലിഫ്റ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഈ 2019-2020 ക്രിസ്മസ് എക്സാമിന് ഇത് വെച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു സിറിഞ്ചിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അവിടെ പിസ്റ്റന് പകരം അവർ പറഞ്ഞത് ഒരു കുഞ്ഞു സിറിഞ്ചും ഒരു വലിയ സിറിഞ്ചുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഏരിയയും ഇവിടെ കൊടുക്കുന്ന ഫോഴ്സൊക്കെ തന്നു എങ്കിൽ വലിയ സിറിഞ്ചിൽ കിട്ടുന്ന ഫോഴ്സിനെ കണ്ടുപിടിക്കുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ പ്രോബ്ലമോ അല്ലെങ്കിൽ ഈ ഡെറിവേഷനോ അതുപോലെ തന്നെ പാസ്കലോ എന്താണോ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാം ചോദിക്കാനെന്തുണ്ട് സാധ്യതയുണ്ട്. നമ്മൾ അടുത്ത പോർഷൻ പഠിക്കാൻ പോകുന്നത് പ്രഷറിനെ കുറിച്ചാണ്. പ്രഷറും ഡെപ്തുമായിട്ടുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ അടുത്ത പോർഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രഷർ ഡെപ്ത് റിലേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രഷർ ഡെപ്ത് റിലേഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ബീക്കർ, ആ ബീക്കറിനകത്ത് വെള്ളം ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, ഈ ബീക്കറിനകത്ത് ഒരു പോർഷൻ വെള്ളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ തന്നെ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ തന്നെ ഈ ലിക്വിഡിൻ്റെ തന്നെ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ സിലിണ്ടറിക്കൽ പോർഷനകത്ത് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ പ്രഷർ ആക്ട് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, താഴോട്ടായിരിക്കും. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ നമുക്ക് P1 എന്നും, ഇവിടെയും പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ നമുക്ക് P2 എന്നും വിളിക്കാം. ഇവിടെ മാത്രമല്ല, ഇവിടെ എല്ലായിടത്തും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. താഴോട്ട് വരാൻ നേരത്ത് പ്രഷർ എന്ത് ചെയ്യും, കൂടി വരും. അത് നമ്മളിപ്പോൾ അത് ഡെറൈവ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, നമ്മളൊരു വെള്ളത്തിൽ ഊളിയിട്ട് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ മുങ്ങാങ്കുഴി ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, മുങ്ങാങ്കുഴി എന്ന് വെച്ചാൽ വെള്ളത്തിനടിയിലോട്ട് നമ്മൾ ഈ ഊളിയിട്ട് ഇറങ്ങുക, അതിനാണ് മുങ്ങാങ്കുഴി എന്ന് പറയുന്നത്. മുങ്ങാങ്കുഴി ഇട്ട് പോകുന്ന അവരോട് ചോദിച്ചാൽ മനസ്സിലാവും, വെള്ളത്തിന് താഴോട്ട് പോകുന്ന നേരത്ത് നല്ല പ്രഷറായിരിക്കും, ചെവിയൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് അടയും. എന്തുകൊണ്ട് അങ്ങനെ അടയുന്നത്? കാരണം താഴെ എന്ത് കൂടുതലാണ്, പ്രഷർ എന്താണ് കൂടുതലാണ്. ഇതിന് ഭയങ്കര ആപ്ലിക്കേഷൻ ഉള്ളൊരു സംഗതിയാണ്. അത് നമുക്ക് ഈ ഡെറിവേഷൻ കണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ P1, ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്, P2. ഇത് വെള്ളത്തിൻ്റെ തന്നെ ഒരു പോർഷനാണ്. പിന്നെ ഇതിനകത്ത് P1 എന്ന് പറയുന്ന ഈ പ്രഷർ മൂലം അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് F1. F1 is the force due to the pressure P1. P1 മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് F1. ഇനി P2 മൂലം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, ആ ഫോഴ്സ് എന്താണ്, F2. ഇനി ഇതിന് നമ്മൾ മറ്റൊരു ഫോഴ്സും കൂടെ ഉണ്ട്. എന്താണ്, ഈ ലിക്വിഡ് പോർഷൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റിനെ നമുക്ക് H എന്നും, ഈ സിലിണ്ടറിൻ്റെ മുകളിലത്തെ ഏരിയനെ A1 എന്നും, താഴത്തെ ഏരിയനെ നമുക്ക് എന്തും വിളിക്കാം, A2 എന്നും വിളിക്കാം. ഇനി ഈ സിലിണ്ടർ ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇതൊരു വെള്ളത്തിൻ്റെ തന്നെ പോർഷൻ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ബീക്കറിനകത്ത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന വെള്ളം താഴോട്ട് പോകും, അല്ലെങ്കിൽ മുകളിലെ വെള്ളം താഴത്തെ വെള്ളം മുകളിലോട്ട് പോകും, ഇല്ല, അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്തൊരു ലിക്വിഡ് പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയം മീൻസ് നമുക്കറിയാം എന്താണ് ഒരു മെക്കാനിക്കലിനകത്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. മറ്റൊരു ഭാഷ പറഞ്ഞാൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയും, എന്ത് പറയാൻ കഴിയും, നെറ്റ് upward force is equal to എന്തായിരിക്കും, നെറ്റ് downward force. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. മുകളിലോട്ട് അയക്കുന്ന ഒറ്റ ഫോഴ്സേ ഉള്ളൂ, F2. ആരുണ്ടാക്കുന്ന ഫോഴ്സാണ് അത്, P2 ഉണ്ടാക്കുന്ന ഫോഴ്സാണ് F2. ഇനി എന്തൊക്കെയാണ് ഡൗൺവേർഡ് ഫോഴ്സ്, F1 ഉം FG. F1 ഡ്യൂ ടു പ്രഷർ P1 ആൻഡ് FG ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി നമുക്ക് ഫോഴ്സിനെ ഇവിടെ നിന്ന് നൈസായിട്ട് മാറ്റാം. ഇവിടുത്തെ ഫോഴ്സ് എന്താ, P2 അല്ലേ, F2 അല്ലേ. ഇതിനെ പ്രഷറിൻ്റെ ടൈമിലോട്ട് മാറ്റുക. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത് ഫോഴ്സ് വന്നാൽ എന്തിൻ്റെ ടൈമിലോട്ട് മാറ്റുക, നിങ്ങൾ
പ്രഷറും ടൈമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള എല്ലാ ഡെറിവേഷനകത്തും എവിടെ ഫോഴ്സ് വരുന്നു അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രഷറും ടൈമിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ F2നെ പ്രഷറും ടൈമിലോട്ട് എങ്ങനെ മാറ്റാം? P2A, കാരണം ഇവിടുത്തെ ഏരിയ A1 A2 A2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് A1 A2 A എന്ന് വിളിക്കാം. P2A ഈക്വൽ ടു P1A പ്ലസ് എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? mg. ശ്രദ്ധിക്കുക, P2A ഈക്വൽ ടു P1A പ്ലസ് മാസ്. എന്താ മാസ്? വേറൊരു കാര്യം, ഈ ചാപ്റ്ററിനകത്ത് എവിടെ മാസ് വന്നാലും എന്തിന്റെ ടൈമിലോട്ട് മാറ്റുക? ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് വോളിയം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഫോഴ്സ് വന്നാൽ പ്രഷർ ടൈമിലോട്ടും, മാസ് വന്നാൽ വോളിയത്തിന്റെയും ഡെൻസിറ്റിയും ടൈമിലോട്ട് എന്ത് ചെയ്യുക? എല്ലാ ഡെറിവേഷനകത്തും ഇനി വരുന്ന എല്ലാ ഡെറിവേഷനിലും നമ്മൾ അങ്ങനെ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നുള്ള ഒരു കീ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ മാസിനെ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് വോളിയം പിന്നെന്താണ്? G. അപ്പോൾ എന്ത് കിട്ടും? P2A ഈക്വൽ ടു P1A പ്ലസ് റോ. എന്താണ് വോളിയം? ഈ സിലിണ്ടറിന്റെ വോളിയം. എന്താ സിലിണ്ടറിന്റെ വോളിയം? നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഒരു സിലിണ്ടറിന്റെ വോളിയം എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു എന്താണ്? ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു G. വെട്ടിക്കളഞ്ഞേ. P1 ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ എന്ത് കിട്ടും? P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ GH. കണ്ടോ? P2 ഹയർ പ്രഷർ, P1 ലോവർ പ്രഷർ, റോ GH. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു റോ GH. ഇതാണ് പ്രഷർ ഡെപ്ത് റിലേഷൻ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായി താഴത്തെ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. മുകളിലത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. പ്രഷർ ഡെപ്ത് റിലേഷൻ പറയുന്നത് എന്തുമാത്രം ഹൈറ്റ് കൂടുന്നോ, ഡെപ്ത് കൂടുന്നോ, അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്നോ, അതിനനുസരിച്ച് അവിടെ എന്ത് കൂടിക്കൊണ്ടിരിക്കും? പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? വോളിയത്തിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ലിക്വിഡിന്റെ മാസിനെയോ ഒന്നും എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ മാത്രം? ഹൈറ്റിനെ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? പ്രഷർ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഇക്വേഷൻ ഒന്നും കൂടെ മാറ്റി എഴുതുന്നു. സപ്പോസ് ഇതാണ് ഇക്വേഷൻ. ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ സിക്കൽ റോ GH. അങ്ങനെ തന്നെ പഠിക്കണം. P2 മൈനസ് P1 പഠിക്കരുത്. ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ സിക്കൽ എന്താണ്? റോ GH. ഇനി സപ്പോസ് ഫസ്റ്റ് പോയിന്റ് സർഫസിലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഒരു H ഡെപ്തിലാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സെക്കൻഡ് പോയിന്റ് ഇതാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? P2, ഇവിടുത്തെ പ്രഷർ നമുക്ക് P2 എന്ന് വിളിക്കാം, മൈനസ് P1 മുകളിലാണ്. മുകളിൽ ആരാ പ്രഷർ കൊടുക്കുന്നത്? അറ്റ്മോസ്ഫിയറാ പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് P2 പകരം P കൊടുക്കാം. ഇവിടുത്തെ പ്രഷറിനെ P എന്ന് വിളിച്ചു. ഇവിടുത്തെ പ്രഷർ എന്താണ്? P. മുകളിൽ പ്രഷർ കൊടുക്കുന്ന ആരാ? അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ PA ഈക്വൽ ടു റോ GH. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും P ഈക്വൽ ടു PA പ്ലസ് എന്താണ്? റോ GH. നമുക്ക് ഈ ടേം ഒക്കെ നോക്കാം എന്താണ്. ഇതിനെ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്നും, ഇതിനെ വിളിക്കുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും, ഇതിനെ വിളിക്കുന്നതാണ് ഗേജ് പ്രഷർ. ശ്രദ്ധിക്കുക, ഒരു എക്സാമിന് ചോദിച്ചായിരുന്നു ഗേജ് പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പോൾ ഗേജ് പ്രഷർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. എന്താ P എന്ന് പറയുന്നത്? അബ്സല്യൂട്ട് പ്രഷർ. എന്താണ് PA എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡെപ്ത് കൂടുമ്പോൾ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് ഡാമിൻ്റെ ബേസ് എപ്പോഴും എന്തായിരിക്കും? തിക്നെസ്സിൽ പണിയും. ഒരു ഡാമിൻ്റെ ബോട്ടം പോർഷൻ എപ്പോഴും നമ്മൾ തിക്നെസ്സിലായിരിക്കും പണിയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം ഡെപ്ത് കൂടുന്നതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഡാമിൻ്റെ ഏറ്റവും താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ. അതുകൊണ്ടാണ് ഡാമിൻ്റെ താഴ്വശം എങ്ങനെ പണിയുന്നത്? ഇച്ചിരി തിക്നെസ്സിൽ എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഡെറിവേഷനകത്ത് നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഈസ് ഈക്വൽ ടു റോ G. പിന്നെന്താണ്? ആ രണ്ട് പ്രഷർ ഉള്ള നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് H. ഇതാണ് എന്ത്? പ്രഷർ ഡെപ്ത് റിലേഷൻ. ഇതിന് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസസ് ആണ് നമ്മുടെ പ്രഷർ മെഷർ ചെയ്യുന്ന ബാരോമീറ്ററും അതുപോലെ തന്നെ മാനോമീറ്ററും. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാനാണെങ്കിൽ
മാനോമീറ്റർ നമ്മൾ ഒരു ട്യൂബിനകത്തുള്ളയോ അല്ലെങ്കിൽ ഒരു ചേമ്പറിനകത്തുള്ളയോ പ്രഷറിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ലെക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാസ്കൽസ് ലോ നോക്കി നോക്കുക.